ഉച്ചയ്ക്ക് ഭക്ഷണശേഷം പ്രിയദർശൻ മുറിയിൽ എന്തോ ചിന്തിച്ചു കിടക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാജി വന്നത്. ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് പോണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കയറി കിടക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് രാജി അവിടേക്ക് വന്നു. മനസ്സിനൊരു സുഖവുമില്ല. അയാൾ നിരാശയോടെ പറഞ്ഞു. അതെന്തു പറ്റി? കുറച്ചു നേരം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. സുദർശനൻ ചൂടുവെള്ളം ഒഴിച്ചത് മഞ്ജുവിന്റെ തലയിലാണെങ്കിലും പൊള്ളിയത് എന്റെ ശരീരമാണ്. വളരെയധികം സങ്കടത്തോടെ പ്രിയദർശൻ പറഞ്ഞു. ഓ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ നമ്മുടെ മോൻ ആ പാവം പെണ്ണിനെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ ആ നാട്ടുകാരനല്ല എന്ന മട്ടിൽ ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നല്ലോ? അപ്പോഴൊന്നും നിങ്ങൾക്ക് പൊള്ളിയില്ലേ? ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്നപ്പോഴാണോ പൊള്ളുന്നത്? രാജി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ എന്തു പറയണം? എനിക്ക് അവനെ തടയാൻ പറ്റുമോ? ഞാൻ എന്റെ ഭാര്യയെ തല്ലും, അതിന് അച്ഛൻ എന്താ കാര്യമെന്ന് അവൻ തിരിച്ചു ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ടോ? പ്രിയൻ ചോദിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ? പാമ്പുങ്ങൽ പ്രിയദർശന് മൂത്ത മകന് പേടിയാണോ? ചില നേരത്തെ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്ന് തോന്നുമല്ലോ. രാജി പറഞ്ഞു. മറ്റു കാര്യങ്ങൾ മക്കളെ നിർബന്ധിച്ചനുസരിപ്പിക്കുന്നത് പോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. മക്കൾ തന്നോളമായാൽ പിന്നെ പേടിക്കേണ്ടടുത്ത് പേടിക്കണ്ടേ? എന്നോടുള്ള വാശിക്കാണ് അവൻ അവളെ നമ്മുടെ മുൻപിൽ വെച്ച് ഉപദ്രവിക്കുന്നത്. അവൻ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചു എന്ന് നമ്മളോട് പറയാതെ പറയുകയാണ്. പ്രിയൻ പറഞ്ഞു. നിങ്ങളല്ലേ അവന്റെ ആദ്യത്തെ ബന്ധത്തെ വേർപിരിച്ചത്? അതിന്റെ വിഷമം അവനില്ലാതിരിക്കുമോ? ആ കുട്ടിയെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു കാണും. രാജി പറഞ്ഞു. എടി രാജി, നീ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയണേ? കണ്ട തേവിടിച്ചുകളെയെല്ലാം ഈ പാമ്പുകൾ തറവാട്ടിലെ മരുമക്കളാക്കണോ ഞാൻ? അത്രയ്ക്ക് അധപതിച്ചിട്ടില്ലടി ഈ തറവാട്, പ്രിയദർശൻ പറഞ്ഞു. തറവാട്ട് മഹിമയെ പറ്റിയൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങളുടെ പാതയല്ലേ നിങ്ങളുടെ മക്കളും പിന്തുടരുകയുള്ളൂ. സ്ത്രീ വിഷയത്തിൽ നിങ്ങളും അത്ര മോശക്കാരനല്ലല്ലോ, രാജി പറഞ്ഞു. ഇത് കേട്ടതും പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് എഴുന്നേറ്റിരുന്നു. രാജി, ഞാൻ നിന്നോടൊരു തുണിയില്ലാത്ത സത്യം പറയട്ടെ. നിങ്ങൾ പണ്ട് കൂടെ കിടത്തിയ പെണ്ണുങ്ങളെ പറ്റിയാണെങ്കിൽ പറയണ്ട. നിങ്ങളുടെ ചീഞ്ഞ കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കറിയാമോ എന്റെ അച്ഛന്റെ സ്വഭാവം? അദ്ദേഹം സിംഹമായിരുന്നു, ഗർജിക്കുന്ന സിംഹം. അന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ നോക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു, ഒരിക്കലും നടക്കാത്ത എന്റെ ആഗ്രഹങ്ങൾ. ചെറുപ്പം മുതൽ പറഞ്ഞുറപ്പിച്ച മുറപ്പെണ്ണിനോട് ആരാധനയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല. എന്റെ വേണി, അവളോട് ഭ്രാന്ത് പിടിച്ച സ്നേഹമായിരുന്നു എനിക്ക്. പക്ഷേ അവൾ മറ്റൊരാളെയാണ് പ്രണയിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി രാജി. ഈ പാമ്പുങ്ങൽ പ്രിയദർശൻ ക്രൂരനായത് അന്നു മുതലാണ്. എങ്കിലും അവൾ മറ്റൊരുത്തന്റെ കൂടെ സുഖമായി ജീവിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. പക്ഷെ അവളെ വഞ്ചിച്ച് അവൻ തെരുവിലെറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മുതലാണ് ഈ പ്രിയദർശൻ തോറ്റു തുടങ്ങിയത്. വളരെ സങ്കടത്തോടെ പ്രിയൻ പറഞ്ഞു. ഹേ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ കഥകളൊന്നും നടന്ന സംഭവങ്ങളല്ലേ? അയ്യേ, നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടോ മനുഷ്യ? കൗമാരക്കാരായ ചെറിയ ആൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെയൊക്കെ ചിന്തിക്കാൻ അവരുടെ പിന്നെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയായി കാണാം. നിങ്ങൾക്ക് പ്രായം ഇത്രയായില്ലേ, എന്നിട്ടും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. രാജി, എനിക്ക് പറയാനുള്ളത് വേണിയെ പറ്റിയാണ്, പ്രിയൻ പറഞ്ഞു. മതി, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് നിങ്ങളുടെ ഈ പൊളിഞ്ഞ പ്രണയകഥ. ഇനി ബാക്കി വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. മുറപ്പെണ്ണിനോടുള്ള സ്നേഹം കൊണ്ടാണ് സ്വന്തം മകൾക്ക് കൃഷ്ണവേണി എന്ന പേരിട്ടത് എന്നല്ലേ? രാജി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ കളിയാക്കുകയാണോടി? ഒരാളുടെ മനസ്സിലെ ദുഃഖം പറയുമ്പോൾ അവൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ ആ മുറി വിട്ടുപോയി. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ചില സമയത്ത് തോന്നും ക്രൂരനാണെന്ന്, ചില സമയത്ത് തോന്നും കോമാളിയാണെന്ന്. സത്യത്തിൽ നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രിയേട്ടാ എന്നൊക്കെ അവൾ അയാൾ പോയ വഴിയെ നോക്കി ഓർത്തു. അതുലിനോടും ജയശ്രീയോടും യാത്ര പറഞ്ഞ് മഹാദേവനും കാന്തിയും ആ മഞ്ഞുമൂടിയ വിസ്മയ രാജ്യത്ത് നിന്നും അവർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ മുതൽ മഹാദേവൻ മൗനത്തിലായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൃദയവും തലച്ചോറും തമ്മിലുള്ള വലിയ വലിയ തർക്കങ്ങൾ. തന്റെ കുടുംബശത്രുവിന്റെ മകളെ വെച്ച് ആ കുടുംബം നശിപ്പിക്കണമെന്ന് തലച്ചോറ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവൾ തന്റെ പാതിയാണെന്നും ഒരിക്കലും ഇവളെ ഉപേക്ഷിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല എന്ന് അവന്റെ ഹൃദയം കരഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മുഖഭാവത്തു നിന്ന് തന്നെ അവന്റെ മനസ്സ് ശരിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി.
എന്താ മഹിയേട്ടാ, മുഖം ഒരു സുഖമില്ലാത്തത്? എന്താ, എന്തെങ്കിലും വയ്യായികയുണ്ടോ? ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചിരുന്നു. പാമ്പുങ്ങൽ തറവാടിന്റെ ഗേറ്റ് കടന്ന് കാറ് പോർച്ചിലെത്തിയതും മുൻവശത്തെ ബോർഡ് കണ്ട് കാന്തിയുടെ കണ്ണൊന്നു മിഴിഞ്ഞു. പാമ്പുങ്ങൽ. ആ തറവാട്ട് പേര് മനസ്സിൽ വന്നതും കാന്തിയുടെ ശരീരം ഒന്ന് വിറച്ചു. മഹി കാറിൽ നിന്നും ഇറങ്ങിയിട്ടും അവൾ ഇറങ്ങാതെ പൂമുഖത്ത് തൂക്കിയിട്ടിരുന്ന ആ പേരിലേക്ക് വീക്ഷിച്ചുകൊണ്ടിരുന്നു. കാന്തി എന്ന മാഹിയുടെ വിളിയാണ് അവളെ ഉണർത്തിയത്. താൻ ഇറങ്ങുന്നില്ലേ? അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ പതുക്കെ ഒന്ന് മൂളിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. അവൾ ആ വീടിനെ ഒന്ന് കണ്ണോടിച്ചു. കൊട്ടാര സദൃശ്യമായ വലിയ ബംഗ്ലാവായിരുന്നു അത്. പക്ഷെ പിന്നെയും അവളുടെ മിഴികൾ പോയത് പാമ്പുങ്ങൽ എന്ന തറവാട്ടു പേരിലേക്കാണ്. എന്താടോ ഇവിടെ നിൽക്കുന്നത്? വാ, അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങി. മഹിയേട്ടന്റെ വീട്ടുപേര് പാമ്പുങ്ങൽ എന്നാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. പതുക്കെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ആർഭാടമായ കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന ആ വീടിന്റെ അകത്തളത്തിൽ നിന്ന് അവൾ ഒന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് അവന്റെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ അവിടുത്തെ ഒരു ഫോട്ടോയിലേക്ക് നിശ്ചലയായി നോക്കി നിന്നു. കുറച്ചു നേരം ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന ശേഷം ഭയത്തോടെ മഹാദേവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവൻ അവളെ നോക്കാതെ നേരെ തന്നെ നോക്കി നിന്നു. നിങ്ങൾ? അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ എന്തോ പറയാനാഞ്ഞതും അവനോടൊന്നും ചോദിക്കണ്ട മോളെ, നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം മുഴുവൻ ഞാൻ പറയാം എന്ന് പറഞ്ഞ് കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചുകൊണ്ട് പ്രിയദർശൻ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നു. പ്രിയദർശനെ കണ്ടതും അവളുടെ കണ്ണുകൾ മുന്നിലേക്ക് തുറിച്ചു വന്നു. ഗോപാലകൃഷ്ണന്റെ മകൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ആവോ? എന്നെ മറക്കാൻ വഴിയില്ലല്ലോ, അയാൾ ആർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഭയത്താൽ ഉമിനീരിറക്കിയ ശേഷം മഹാദേവനെ ഒന്ന് പാളി നോക്കി. നീ അവനെ നോക്കണ്ട, അവൻ ഇനി ഒന്നും മിണ്ടില്ല. നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം, പ്രിയൻ പറഞ്ഞു. ഡോക്ടർ മഹാദേവൻ എന്റെ രണ്ടാമത്തെ മകനാണ്. പിന്നെ കല്യാണ സമയത്തുണ്ടായിരുന്ന നിന്റെ അമ്മായി അച്ഛനും അമ്മായിമ്മയും എല്ലാം വെറും ഡമ്മികളാണ്. ഞാൻ പണം കൊടുത്ത് വിലക്കെടുത്ത വെറും നാടകക്കാർ. പക്ഷെ അവരുടെ തന്മയത്വത്തോടുള്ള അഭിനയം കൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നിയില്ല, അല്ലേ മോളെ? എങ്ങനെയുണ്ടായിരുന്നു മോനെ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛന്റെയും അമ്മയുടെയും അഭിനയം? പ്രിയൻ മഹാദേവനോടായി ചോദിച്ചു. പെർഫെക്റ്റ്. ചില സമയത്ത് അവർ എന്റെ സ്വന്തം അച്ഛനമ്മമാരാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി, ക്രൂരമായ ചിരിയോടെ അവൻ പറഞ്ഞു. മഹാദേവന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ച് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. യു ചീറ്റ്? എന്റെ പൊന്നു മോളെ, നീ ചീറ്റാനും തുമ്മാനും ഒക്കെ വരട്ടെ. നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന്. നീ എന്നോട് ചോദിക്ക്, അയാൾ ആർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ, ഒന്നും ചോദിക്കാനില്ലേ? ഭയന്ന് നിൽക്കുന്ന അവളുടെ മുഖത്ത് നോക്കി അലറി വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ ഇനി പറയാം. ചോദിക്കുന്നില്ലെങ്കിലും പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ? എന്റെ രണ്ടാമത്തെ മകനെ പരിചയപ്പെട്ടല്ലോ. 1 മാസമായി നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അവളെ നോക്കി വഷളമായി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇനി എന്റെ മൂത്ത മകനെ പരിചയപ്പെടാം. മോനെ സുദർശ. മുകളിലേക്ക് നോക്കി വിളിച്ചതും സ്റ്റെയർ കേസ് ഇറങ്ങി സുദർശനും വന്നു. സുദർശൻ വന്ന പാടെ അവളെ അടിമുടിയൊന്നു നോക്കി. അയാളുടെ കണ്ണുകൾ പിന്നെ പോയത് അവളുടെ മാറിടങ്ങളിലേക്കാണ്. മാറിടത്തിലേക്ക് ചുഴ്ന്നു നോക്കിക്കൊണ്ട് ഒരു വഷളമായ ചിരിയോടെ സുദർശൻ അവളുടെ മുമ്പിൽ നിന്നു. ഇതാണ് എന്റെ കടിഞ്ഞൂൽ സന്തതി സുദർശൻ. ബിസിനസ്സാണ്. സുദർശന്റെ നോട്ടം കണ്ടതും അവൾ തല വെട്ടിച്ചു നിന്നു. മൂത്ത മരുമോളെ, പ്രിയൻ ഉറക്കെ വിളിച്ചതും അപ്പോഴേക്കും മഞ്ജു അടുക്കളയിൽ നിന്നും വന്നു. ഇതാണ് എന്റെ മൂത്ത മരുമോള്. അവൾ പോയി സുദർശന്റെ അടുത്തു നിന്നതും നീരസത്തോടെ സുദർശൻ അവളിൽ നിന്നും അല്പം മാറി നിന്നു. എടാ മോനെ, ചേർന്ന് നിക്കടാ, പുത്തൻ പെണ്ണ് കാണട്ടെ നിങ്ങളുടെ ഒരു സ്വരുമ എന്ന് പറഞ്ഞ സുദർശനെ മഞ്ജുവിന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അയ്യോ, ഞാൻ ഇനി എന്റെ ഭാര്യയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. മോളെ രാജശ്രീ എന്ന് ഉറക്കെ നീട്ടി വിളിച്ചു. അയാളുടെ വിളി കേട്ട് പതുക്കെയാണ് രാജി അടുക്കളയിൽ നിന്നും വന്നത്. എടി പോത്തേ, നിന്റെ കാലിൽ എന്താ അമ്മിക്കല്ല് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടോ? നടക്കാൻ ഇത്ര താമസം? വേഗം ഇങ്ങോട്ട് വാടി, നിന്റെ ഇളയ മരുമകൾ ഇവിടെ നിന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അയാൾ പരിഹാസത്തോടെ പറഞ്ഞു. വർദ്ധിച്ച സങ്കടത്തോടെ കാന്തിയെ ഒന്ന് സഹതാപത്തോടെ നോക്കിക്കൊണ്ട് രാജി അങ്ങോട്ട് വന്നു. ഇതാണ് എന്റെ ഭാര്യ, ഈ വീടിന്റെ ഗ്രഹനാഥ, നിന്റെ ഒറിജിനൽ അമ്മായിയമ്മ. രാജി അവളെ സഹതാപത്തോടെ നോക്കിയതും ഇരു കണ്ണുകളും നിറച്ച് അവൾ രാജിയെയും നോക്കി. ഇനി ആരെയാ പരിചയപ്പെടുത്താനുള്ളത്? ഓ, മറന്നു, ടെൻഷൻ.
ആ, ഇനിയുള്ള ആളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ? നാരങ്ങയിട്ട സോഡാ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെള്ളം ദാഹത്തിന് നല്ലതാ. നറുനീണ്ടിയാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഇവിടെ തൃശ്ശൂരൊക്കെ വെള്ളം ദാഹത്തിന് നറുനീണ്ടി സർബത്താണ് കുടിക്കുക. അയാൾ അവളെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്വീകരണ മുറിയുടെ ലിഫ്റ്റ് തുറന്ന് കൃഷ്ണവേണി എന്ന വേണി പുറത്തേക്ക് വന്നു. കാന്തിയെ നോക്കി പരിഹസിച്ചുകൊണ്ടാണ് വേണി അവിടേക്ക് വന്നത്. വേണിയെ കണ്ടതും അത്ര സമയം സങ്കടപ്പെട്ടുകൊണ്ട് നിന്ന കാന്തിയുടെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്താൻ തുടങ്ങി. ദേഷ്യത്താൽ അവളുടെ ചുണ്ടുകൾ വിറച്ചു. കൈകളിലേക്ക് രക്തയോട്ടം കൂടി. എടീ എന്ന് ഉറക്കെ വിളിച്ച് കാന്തി വേണിയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തതും മഹാദേവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ദേഷ്യം കൊണ്ട് വിറച്ച് കത്തുന്ന കണ്ണുകളോടെ മഹാദേവനെ നോക്കിയ അവൾ കൈവീശി അവന്റെ കരണം പുകച്ചു.